ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വചനഭാഗം നമുക്ക് ധ്യാനിക്കാം. ഞാനത് വായിക്കട്ടെ. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവൻ അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മളൊക്കെ ദേവാലയത്തിൽ പോകാറുള്ളവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഈ അടുത്ത കാലത്ത് പല ഉത്തരങ്ങൾ എൻ്റെ മനസ്സിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വാക്കുകൊണ്ട് ഒരുപക്ഷെ പറയും, ദൈവത്തെ ആരാധിക്കാനാണ് പോകുന്നത്, പ്രാർത്ഥിക്കുവാനാണ് പോകുന്നത്, ദൈവസ്നേഹം അനുഭവിക്കുവാനാണ് പോകുന്നത് എന്നൊക്കെ നമ്മുടെ വാക്കുകളിൽ അല്പം ആത്മീയത കലർത്തിക്കൊണ്ട് നമ്മൾ പറയാറുണ്ടെങ്കിലും യഥാർത്ഥമായി നമ്മൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ ഇത്രയും കാലം നമ്മൾ പോയത്? ചിന്തിക്കുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വളരെ തുറന്ന മനസ്സോടുകൂടി അതിനെ ഒന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, എൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ പോയിരുന്നവരാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ ദേവാലയത്തിൽ പോകും. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ സത്യത്തിൽ നമ്മളൊക്കെ ദേവാലയത്തിൽ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. എൻ്റെ അപ്പനും അമ്മയും ചെറുപ്പം മുതൽ ദേവാലയത്തിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ദേവാലയത്തിൽ പോയില്ലായിരുന്നു, ഞാനും ആരാധനയിൽ സംബന്ധിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ജീവിത സാഹചര്യം എനിക്കുണ്ടാകുമായിരുന്നു. രണ്ടാമതായിട്ട്, നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നതിൻ്റെ കാരണം, ഞായറാഴ്ചയാകുമ്പോൾ ക്രിസ്ത്യാനികൾ പൊതുവെ ദേവാലയത്തിൽ എല്ലാവരും പോകുന്നുണ്ട്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട്, ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നു എന്ന് മാത്രം. മൂന്നാമതായിട്ട്, ഇന്ന് ജനം ദേവാലയത്തിൽ കടന്നു വരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയും, എൻ്റെ ഇടവകകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ സെമിത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലം ദേവാലയത്തിൽ ഉള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മുടെ ആളുകൾ പള്ളിയിൽ പോകുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ അടക്കണമെങ്കിൽ ഇവിടെയാണ് അടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നില്ല എങ്കിൽ മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേവാലയവുമായിട്ടൊരു ബന്ധം പുലർത്തി വയ്ക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചിലരോടൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നിന്ന് സെമിത്തേരികൾ ഇല്ലാതെയായാലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആത്മാർത്ഥമായി ഉത്തരം പറയുന്നവർ പറയും, അച്ഛാ, സെമിത്തേരി എന്ന് പറയുന്ന ഒരവസ്ഥ പള്ളിയിൽ ഇല്ല എങ്കിൽ പലപ്പോഴും ഞങ്ങളാരും പള്ളിയിൽ വരികയില്ല. കാരണം ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ദേവാലയവുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തി പോരുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ വിവാഹം നടക്കാൻ, മാമോദീസ നടക്കാൻ, നമ്മുടെ മറ്റ് ആവശ്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് മാത്രം ദേവാലയത്തെ കാണുകയും ദേവാലയത്തിൽ വരികയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഉള്ളം കൊണ്ട് കാണാനും അനുഭവിക്കുവാനും അറിയുവാനും ഒക്കെ ദേവാലയത്തിൽ വരുന്ന ആളുകൾ എത്രയുണ്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞ ഗണത്തിലൊന്നും പെട്ട ആളായിരിക്കുകയില്ല നിങ്ങൾ. എങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് ദേവാലയത്തിൽ വരുമ്പോഴുള്ള എൻ്റെ മനോഭാവം എന്നുള്ളത് ചിന്തിക്കണം. യേശു ഇവിടെ ദേവാലയത്തിൽ കടന്നു വന്നിട്ട് അവിടെ വിൽക്കുന്നവരെയും അവിടെ വാങ്ങുന്നവരെയും താൻ പുറത്താക്കി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ യേശു തമ്പുരാൻ അവിടെ നിന്ന് പുറത്താക്കുന്നതായിട്ടാണ് ഈ വചനഭാഗത്ത് വായിച്ച് കാണുന്നത്. അതായത് ദേവാലയവുമായിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ഒരു കച്ചവട മനോഭാവത്തിലുള്ള ബന്ധമല്ല എന്നാണ് യേശു ഇവിടെ ജനത്തെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് നമുക്ക് ദേവാലയവുമായിട്ടുള്ള ബന്ധം ഒരു കച്ചവട മനോഭാവത്തോടുള്ള ബന്ധമാണോ അതോ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ന് കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യനുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ അയൽവക്കത്ത് പുതിയൊരു ആള് വന്ന് താമസിച്ചാൽ അയാളെ പോയി കാണുന്നു, പരിചയപ്പെടുന്നു. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പലരും പറയാറുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ. കാരണം എന്തെങ്കിലും ഒരു ആപത്തോ അപകടമോ വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. ഇത് ഈ ലോകത്തിലെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്.
വ്യക്തികൾ തമ്മിൽ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും അത് അവനവന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗമായിട്ട് അവൻ കാണുകയാണ്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ പ്രസ്ഥാനത്തിന് ലാഭമുണ്ടാക്കാനായിട്ട്, അത് എൻ്റെ വ്യക്തിപരമായ ജീവിതാവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളിൽ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ വ്യക്തിബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പലപ്പോഴും കച്ചവടക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരോട് എത്രമാത്രം മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ പോലും അവർ ശാന്തമായി ഇടപെട്ടുകൊണ്ട് അവരെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണാം. അപ്പോൾ ഇന്ന് മനുഷ്യൻ ലോകത്തിൽ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ, നിലനിർത്തി പോരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യവും ഉദ്ദേശവും അവന്റെ വ്യക്തിപരമായ ലാഭമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അവന് ഒരു ലാഭവും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാൻ അവന് ഒരിക്കലും തയ്യാറാകുന്നുമില്ല, അവൻ അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്റെ ബന്ധങ്ങളെ നിലനിർത്തുന്നത് ഒരു കച്ചവട മനോഭാവത്തോടു കൂടെ ആണ് എന്നിരിക്കെ കർത്താവ് പറയുകയാണ് ദേവാലയവുമായിട്ടുള്ള നിന്റെ ബന്ധം അങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കുവാനായിട്ട്. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കൂ, ദേവാലയവുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ്? അതും യഥാർത്ഥത്തിൽ ഒരു കച്ചവട മനോഭാവത്തോടു കൂടിയുള്ള ബന്ധമല്ലേ? പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവത്തിൽ നിന്ന് നമുക്ക് ചിലതൊക്കെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിൽ നിന്ന് നമുക്ക് ചില ലാഭങ്ങൾ കിട്ടണം, നമുക്ക് ചില ഗുണങ്ങൾ കിട്ടണം, നമുക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടണം. അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തികമായ ഭദ്രത, അതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ ആത്മീയമായ വളർച്ച, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളോ അല്ലലുകളോ അലച്ചിലുകളോ ഒന്നുമില്ലാത്ത ആ ഒരു ജീവിതാനുഭവം, ഇതൊക്കെയാണ് മനുഷ്യൻ ഇന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവൻ ദൈവത്തെയും ഇന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുമ്പോൾ ദൈവസന്നദ്ധിയിൽ ഒത്തിരി നന്ദി പറയും. എന്തിനു വേണ്ടിയാ നന്ദി പറയുക? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നന്ദി പറയുക. ഞാനിങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്, ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ദൈവസന്നദ്ധിയിൽ നിന്ന് നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തുമായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണിത്. ചില ഗുണങ്ങൾ അവനിൽ നിന്ന് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ദൈവത്തെ ഇന്ന് ആരാധിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പാപം ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവിധ തിന്മയും അശുദ്ധിയും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അവൻ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ആത്മീയതയും ഏറ്റവും ഉന്നതമായ തലത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ജീവിത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രമാത്രം ധ്യാന കേന്ദ്രങ്ങൾ വളർന്നു വന്നിരിക്കുന്നു, എത്രമാത്രം പ്രാർത്ഥനാ കൂട്ടായ്മകൾ വളർന്നു വന്നിരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്ന വലിയ സമൂഹം ഈ ലോകത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാപത്തിന്റെ വലിയ ജീവിതാവസ്ഥകളും ഈ ലോകത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ആത്മീയതയുടെ സാഹചര്യങ്ങൾ ഏറെ വളർന്നിട്ടും പാപത്തിന്റെ അനുഭവം ഒട്ടും കുറയുന്നില്ല എന്നതിന്റെ കാരണം ഇതാണ്. ആത്മീയതയിൽ നിൽക്കുന്നവരും അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ അനുഭവങ്ങളിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? അവൻ ദൈവത്തെ ബന്ധപ്പെടുന്നത്, ദൈവവുമായിട്ട് ആത്മീയൻ എന്നൊരു ബന്ധം പുലർത്തുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അവന്റെ വിശുദ്ധീകരണമോ, അവന്റെ വിശുദ്ധിയിലുള്ളൊരു ജീവിതമോ, അവന്റെ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ജീവിതമോ ഒന്നുമല്ല, മറിച്ച് അവന് ചില ഗുണങ്ങൾ കിട്ടണം, ചില ലാഭങ്ങൾ കിട്ടണം. ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരുപാട് പ്രത്യേകിച്ച് അക്രൈസ്തവ സംസ്കാരങ്ങളെയൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഓരോ ദേവന്മാരെ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭാരതത്തിലുള്ള മറ്റ് മതങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടി ഒരു ദൈവത്തെ ആരാധിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നല്ല വെയിലിനു വേണ്ടി, അതുപോലെ തന്നെ ഓരോ കാലാവസ്ഥയ്ക്ക് വേണ്ടി, അതുപോലെ ഓരോ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ഓരോ തരത്തിലുള്ള ദൈവീക സ്വഭാവങ്ങളെ അവർ മനസ്സിൽ കാണുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതേ ഒരു ജീവിതാനുഭവം തന്നെ പലപ്പോഴും ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ മനസ്സിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു അനുഭവം. വിവാഹം നടക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇന്ന് മധ്യസ്ഥന്മാരൊക്കെ ഉണ്ട് സഭയിൽ. ഈ വിശുദ്ധന്മാരിൽ ചില വിശുദ്ധന്മാരെ എടുത്താൽ അവർ ചില വിഷയങ്ങളുടെ മേലെ സ്പെഷ്യൽ ആയിട്ടുള്ള മധ്യസ്ഥന്മാരായിട്ട് പറയും. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില മധ്യസ്ഥന്മാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ചില മധ്യസ്ഥന്മാരുണ്ട്. അങ്ങനെ പലപ്പോഴും ഇന്ന് ജനം
സഭയല്ല അങ്ങനെ ചെയ്തിരിക്കുന്നത്, മറിച്ച് ജനം ഇങ്ങനെ വിശുദ്ധന്മാരെ പോലും പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് ഉപയോഗിക്കുന്നതിന്റെ, പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. അവരുടെ ജീവിതത്തിലെ ലാഭമാണ് അവരതിലൂടെ ആഗ്രഹിക്കുക. എന്റെ ജീവിതത്തിലെ പ്രശ്നസങ്കീർണമായ ചില മേഖലകളിൽ പ്രത്യേകമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തെ, ഒരു ദൈവത്തെയാണ് എനിക്കിന്ന് ആവശ്യം. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഇന്ന വിഷയത്തിന് സൗഖ്യമുണ്ട് എന്നറിഞ്ഞാൽ ആ രോഗം വരുന്ന ആളുകളെല്ലാം ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ബത്സയിദാ കുളത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ബത്സയിദാ കുളത്തിൽ ചെല്ലുന്ന, ആ കുളത്തിൽ ഇറങ്ങുന്ന വ്യക്തികളുടെ രോഗം ഏതു തന്നെയായാലും അത് സൗഖ്യപ്പെടുമെന്ന്. അതുകൊണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബത്സയിദാ കുളത്തിൽ വന്നിരുന്നു. കാരണം അവർ ബത്സയിദാ കുളത്തിൽ വരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അവിടെ ദൈവത്തെ കാണുക അല്ലെങ്കിൽ ദൈവസ്നേഹം അനുഭവിക്കുക എന്നുള്ളതൊന്നുമല്ല. അതിനേക്കാൾ ഉപരി അവരുടെ രോഗത്തിന് സൗഖ്യം കിട്ടുക എന്നുള്ളത്. ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സ്വഭാവവും പ്രത്യേകവും. നമ്മുടെ വ്യക്തിപരമായ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തെയാണെന്ന് നമുക്ക് ആവശ്യം. നമ്മുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദൈവത്തെ വിളിക്കുക എന്നുള്ള ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകാനാണ് ഇന്ന് നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നത്. ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതെല്ലാം ഒരു കച്ചവട മനോഭാവത്തോടു കൂടിയുള്ള ദൈവബന്ധമാണ്. അതുകൊണ്ടാണ് കർത്താവ് ദേവാലയത്തിൽ കടന്നിയെന്ന് വിൽക്കുന്നവരെ വാങ്ങുന്നവരെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ കച്ചവട മനോഭാവത്തോടു കൂടി ദേവാലയത്തിൽ വരുന്നവൻ ദേവാലയത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെടണമെന്ന് തന്നെയാണ് വചനം പറയുക. സഹോദരങ്ങളെ, ചിന്തിക്കൂ. എന്റെ വ്യക്തിപരമായ ലാഭമായിരിക്കരുത് എന്റെ ദേവാലയ ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ വളർന്നു വന്നിരിക്കുന്നു. ആത്മീയതയിൽ നിൽക്കുന്നവൻ തന്നെ ഭൗതികതയിലുമുണ്ട് ഈ കാലഘട്ടത്തിൽ. അതാണ് പ്രത്യേകത. പാപം ചെയ്യുന്ന മനുഷ്യൻ അതുപോലെ തന്നെ അവൻ ആത്മീയ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ സാഹചര്യം പുലർത്തുന്നുമുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു കഥ ഇങ്ങനെ വായിച്ചു കേൾക്കുകയുണ്ടായി. ഒരു തമാശ കഥയാണ്. ആ തമാശ കഥയിൽ ഇങ്ങനെയാ പറയുന്നത്. ഒരു മദ്യഷാപ്പിൽ ഒരു തത്തയുണ്ടായിരുന്നു അത്രേ. ഈ മദ്യഷാപ്പിലുണ്ടായിരുന്ന തത്തയെ ഒരു ദിവസം ആ നാട്ടിലെ പള്ളിയിലെ കപ്പ്യാര് പോയി വാങ്ങി എന്നാ പറയുക. അപ്പോൾ കള്ളുഷാപ്പിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തത്തയെ പള്ളിയിലെ കപ്പ്യാര് വാങ്ങിക്കൊണ്ട് പള്ളിമേടയിൽ കൊണ്ടുവന്ന് ഈ തത്തയെ കെട്ടിത്തൂക്കിയിട്ടു. അങ്ങനെ ഈ പള്ളിമേടയിൽ ഈ തത്ത കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ കള്ളുഷാപ്പിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വരുന്ന ആളുകളെ, പോകുന്ന ആളുകളെ എല്ലാം തത്ത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പള്ളിമേടയിൽ താമസിക്കുമ്പോൾ അവിടെയും വരികയും പോവുകയും ചെയ്യുന്ന ആളുകളെ, അവിടെ നടക്കുന്നതൊക്കെ തത്ത കാണുന്നുണ്ട്. തത്തയുടെ മുൻപരിചയക്കാരനായ ഒരാള് തത്തയുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അത്രേ. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം, ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് തത്തയോട് ചോദിച്ചു. അപ്പൊ തത്ത ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞതെന്നാണ് പറയുക. കസ്റ്റമേഴ്സ് ഒക്കെ സെയിം തന്നെയാ, ആക്ഷനും സോങ്ങും മാത്രമേ വ്യത്യാസമുള്ളൂ. കസ്റ്റമേഴ്സ് ഒക്കെ സെയിം തന്നെയാ, ആക്ഷനും സോങ്ങും മാത്രമേ വ്യത്യാസമുള്ളൂ. എന്ന് പറഞ്ഞാല് രണ്ട് സ്ഥലത്തും വരുന്ന ആളുകളൊക്കെ ഒരേ ആളുകൾ തന്നെയാ. പക്ഷെ അവിടെ പാടുന്ന പാട്ടും അവിടെ കാണിക്കുന്ന ആക്ഷനും വ്യത്യാസമുണ്ട്. ഇവിടെ പാടുന്ന പാട്ടും ഇവിടെ കാണിക്കുന്ന ആക്ഷനും വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം എന്ന് അതത്ര. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അതുപോലെ തന്നെ ആത്മീയതയിലും ജീവിക്കുന്നു. ആത്മീയ മേഖലയിൽ കടന്നു വരുന്ന മനുഷ്യൻ അതുപോലെ തന്നെ പാപത്തിൽ ജീവിക്കുന്നു. പക്ഷേ അവൻ ദേവാലയത്തിൽ വരുന്നുമുണ്ട് താനും. മദ്യഷാപ്പിൽ മദ്യപിക്കാൻ പോകുന്നവനും ദേവാലയത്തിൽ ആരാധനയ്ക്കായി വരുന്നുണ്ട്. അപ്പോൾ അവൻ ദേവാലയത്തിൽ വരുന്നതിന്റെ ലക്ഷ്യം അവന്റെ വ്യക്തിപരമായ വിശുദ്ധീകരണമല്ല, മറിച്ച് അവനും ദേവാലയത്തിൽ വരുന്നത് തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ ചില ലാഭങ്ങൾ നടക്കുവാനുണ്ടാകും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ കച്ചവട മനോഭാവത്തോടു കൂടിയുള്ള ഒരു ദൈവബന്ധം അവസാനിപ്പിക്കൂ. എന്നിട്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടം തരുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് കഴിയും. നഷ്ടങ്ങളെ അനുവദിക്കുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് കഴിയും. അവിടെയാണ് നഷ്ടങ്ങൾ അനുവദിക്കുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ഭക്തന്റെ ജീവിതാനുഭവം ഒളിഞ്ഞു കിടക്കുന്നത്. ഈ അടുത്ത ദിവസം കേട്ട ഒരു സന്ദേശത്തിൽ എന്നെ ഏറ്റവും അധികം മനസ്സിനെ സ്പർശിച്ച ഒരനുഭവമുണ്ട്. ഒരു വാക്കുണ്ട്. ആ വാക്യം ഇതാണ്: ദൈവം പോലും കൈവിടുമ്പോഴും ദൈവത്തെ കൈവിടാതിരിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. ദൈവം പോലും കൈവിടുമ്പോഴും ദൈവത്തെ കൈവിടാതിരിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ശക്തമായി തറച്ച വാക്കുകളാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ ആ വാക്കുകൾക്ക് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദൈവം പോലും കൈവിടുമ്പോഴും ദൈവത്തെ കൈവിടാതിരിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഉദാഹരണമായിട്ട് പങ്കുവെച്ച വചനഭാഗം ഇതാ യേശുവിനെ തന്നെ. യേശു കാൽവരി ക്രൂശിൽ കിടന്ന് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന സമയത്ത്
ലോകം മുഴുവന്റെയും രക്ഷ എന്ന വലിയ ദൗത്യത്തിനു വേണ്ടി ലോകം മുഴുവന്റെയും പാപം തന്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചിരിക്കുന്ന സമയത്ത് തന്റെ സ്വന്തം പിതാവ് തന്നെ പിരിയുകയാണ്, തന്നെ വേർപിരിയാണ്, കൈവിടുകയാണ്. ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്നെ നീ കൈവിട്ടത് എന്ത്? സ്വന്തം പിതാവ് പോലും കൈവടിയുന്ന ഒരു നിമിഷമുണ്ട്. അതിനെ തുടർന്നുള്ള അടുത്ത വാക്ക് യേശുവിന്റെ വായിൽ നിന്ന് വീണതാ, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കണ്ടോ, തന്നെ കൈവിട്ട പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിന്റെ സ്വഭാവം. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതാനുഭവം സഹോദരങ്ങളെ. അല്ലാതെ കച്ചവടത്തിന് മനോഭാവത്തോടുകൂടി എനിക്ക് കിട്ടുന്ന ലാഭത്തിന് വേണ്ടി, എനിക്ക് കിട്ടുന്ന ഗുണത്തിന് വേണ്ടി, എനിക്ക് കിട്ടുന്ന സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടി, എന്റെ ഈ ലോകത്തിന്റെ ചില ലാഭങ്ങൾക്ക് വേണ്ടി ദൈവവുമായിട്ട് ബന്ധം പുലർത്തുകയല്ല, മറിച്ച് നിന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങളുടെ നടുവിൽ നിനക്ക് നഷ്ടം അനുവദിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു വലിയ ദൈവസ്നേഹത്തിന്റെ ആഴം, ആ ഒരു തലത്തിലേക്ക് എന്നാണ് ഭക്ത നീ വളരുക? എന്നാണ് ഭക്ത നീ വളരുക? എന്നാണ് നിന്റെ ആത്മാവ് ആ തലത്തിലേക്ക് എത്തുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം അതാ. അതുകൊണ്ട് നമ്മുടെ കച്ചവട ബന്ധം ഇന്നു മുതൽ അവസാനിപ്പിക്കാം. നമ്മുടെ ബന്ധങ്ങളിൽ കച്ചവട മനോഭാവം ഉണ്ടാകല്ലേ. നമ്മുടെ മാനുഷിക ബന്ധങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ദൈവബന്ധത്തിലും ഒരിക്കലും ഒരു കച്ചവട മനോഭാവത്തിന്റെ തലം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുതന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് നൽകുന്ന സന്ദേശം. വീണ്ടും രണ്ടാമതായിട്ട് ആ വചനഭാഗത്തെ കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ് യേശു തമ്പുരാൻ, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നാണ് വിളിക്കപ്പെടേണ്ടത്, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. എന്റെ ആലയം കച്ചവട മനോഭാവത്തിനുള്ള ഒരാലയമല്ല. നിനക്ക് ചില ലാഭം കിട്ടുന്നതിന്, ചിലർക്ക് ചില നഷ്ടം കിട്ടുന്നതിനുള്ള ഒരാലയമല്ല എന്റെ ആലയം, മറിച്ച് അത് പ്രാർത്ഥിക്കാനുള്ള ആലയമാണ്. നമ്മൾ ദേവാലയത്തെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഉപയോഗിക്കാറ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണ് നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. നമ്മൾ ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. തിരിച്ചറിയൂ, നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല പ്രാർത്ഥന. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ചില അനുഭവങ്ങളും പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിയണം. നമ്മൾ ദൈവത്തോട് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനും കൂടെ കഴിയുമ്പോഴാണ് സഹോദരങ്ങളെ അത് പ്രാർത്ഥനയായി മാറുന്നത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കേൾവിയില്ല. ഇതേറ്റവും വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. ദൈവസന്നദ്ധയിൽ കടന്നു വരുന്നു, ദേവാലയത്തിൽ കടന്നു വരുന്നു, നമ്മുടെ ചില ആഗ്രഹങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ദൈവസന്നദ്ധയിൽ നിന്ന് അവൻ പങ്കുവെക്കുന്നതിനെ കേൾക്കാനും സ്വീകരിക്കുവാനുമുള്ള ഒരു തുറവി നമ്മുടെ മനസ്സിലുണ്ടോ? ഈ അടുത്ത കാലത്ത് ടെക്നോളജിയൊക്കെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വളരെ ശക്തമായി വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് റേഡിയോയുടെ അതിപ്രസരം എന്ന് പറയുന്നത്. പലപ്പോഴും പണ്ട് കാലത്തൊക്കെ റേഡിയോയെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ റേഡിയോയോടുള്ള ഒരു സമീപനമല്ല ഇന്നത്തെ ജനത്തിന് റേഡിയോയോടുള്ള ഒരു സമീപനം. തീർച്ചയായിട്ടും പണ്ടൊക്കെ പഴയ സിനിമാ ഗാനങ്ങളും അതുപോലെ വളരെ ബോറടിക്കുന്ന പരിപാടികളും ഒക്കെയുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റേഡിയോ ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് വളരെ മോഡേൺ ആയിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന, അവരുടെ വ്യക്തിപരമായ നിസ്സാരമായ കാര്യങ്ങൾ പോലും അവരോട് പങ്കുവെക്കുന്ന, അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പങ്കുവെക്കുന്ന, പ്രത്യേകിച്ച് വഴിക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു തരുന്ന ഒരു അനുഭവത്തിലേക്ക് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് പലപ്പോഴും റേഡിയോകൾ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാനൊരു ദിവസം വളരെ യാദൃശ്ചികമായി റേഡിയോ കേട്ടുകൊണ്ട് എൻ്റെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. അതിന്റെ മറുപടി ഞാൻ അങ്ങോട്ട് റേഡിയോയിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ട് അവർ കേൾക്കുന്നില്ല. കാരണം അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ വീണ്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല, അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് നമുക്ക് തോന്നാറില്ലേ? സത്യത്തിൽ അത് തന്നെയല്ലേ? കാരണം നമ്മൾ റേഡിയോ ഓൺ ചെയ്തു വെച്ചതുപോലെ ആ ദേവാലയത്തിൽ വന്നിട്ടിരിക്കുക. നമ്മൾ തുറന്നു പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പലതും പറയുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം റേഡിയോ പോലെ ആകല്ലേ. ദേവാലയത്തിൽ വന്നിട്ട് ഓൺ ചെയ്തു വെക്കാനല്ല, മറിച്ച് നീ കുറെ പറഞ്ഞോളൂ. നിന്റെ ഭാരങ്ങളും നിന്റെ ദുഃഖങ്ങളും നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും എല്ലാം നീ ദൈവസന്നിധിയിൽ തുറന്നു പറഞ്ഞോളൂ. പക്ഷെ അതോടൊപ്പം തന്നെ അവൻ പറയുന്നതിനെ കേൾക്കാൻ കൂടി നീ ഒന്ന് തയ്യാറാകണം. ഒരു പാലയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന പാലത്തിൽ, നിന്റെ പ്രാർത്ഥനയാകുന്ന പാലത്തിൽ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ചില വാക്കുകൾ, ഇങ്ങോട്ടും വരുന്നുണ്ട് ചില വചസ്സുകൾ എന്ന് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കും.
സഹായിക്കണം. അങ്ങനെ എന്റെ ആലയം പ്രാർത്ഥനാലയമായി മാറണമെങ്കിൽ നീ പറയുന്ന വാക്കുകൾ മാത്രമല്ല, മറിച്ച് നീ സ്വീകരിക്കുന്ന ദൈവിക ബോധ്യങ്ങൾ കൂടെ അതിൽ ഉൾപ്പെടണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദൈവബന്ധം, അങ്ങനെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവബന്ധം വളർത്തിയെടുക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുക. വീണ്ടും മൂന്നാമതായിട്ട് കർത്താവ് പറയാണ്, ഇത് പ്രാർത്ഥനാലയമാണ്, പക്ഷെ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ദേവാലയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കെട്ടിടത്തെക്കുറിച്ച്, നമ്മൾ പ്രാർത്ഥിക്കാൻ ആരാധനയ്ക്ക് പോകുന്ന ഒരു ദേവാലയത്തെക്കുറിച്ച് മാത്രമല്ല അത് പറയുന്നതെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് കർത്താവ്. നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നെന്നും നീ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്ന വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദേവാലയം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം കൂടിയാണെന്ന് തിരിച്ചറിയുക. ആ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കല്ലേ എന്നാ കർത്താവ് പറയുക. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം കള്ളന്മാരുടെ ഗുഹയായി തീരരുത്. എന്തുകൊണ്ടാ കള്ളൻ നമ്മുടെ ഉള്ളിൽ കയറുന്നത്? നമ്മുടെ ഉള്ളിൽ വിലപിടിപ്പുള്ള എന്തോ ഉണ്ടെന്ന് കള്ളൻ അറിയാം. നമ്മുടെ ഉള്ളിൽ വിലയുള്ള ഒരു ആത്മാവുണ്ടെന്ന് കള്ളൻ അറിയാം. അതുകൊണ്ടാ കള്ളൻ നമ്മുടെ ഉള്ളിൽ കയറുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള വിലപിടിപ്പുള്ള വസ്തുവിനെ കുറിച്ച് നമുക്ക് തന്നെ ബോധ്യമില്ല. അതുകൊണ്ടാണ് കള്ളൻ കയറാൻ നമ്മൾ അവസരം വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന സന്ദേശത്തിൽ നൽകുന്ന പ്രധാനപ്പെട്ട ബോധ്യം, ഹൃദയത്തിൽ കള്ളൻ കയറാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന പുലർത്തുക, ദൈവസന്നിധിയിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ പങ്കുവെക്കുന്നതോടൊപ്പം അവനിൽ നിന്ന് കേൾക്കാൻ കൂടെ തയ്യാറാവുക. അത് നമ്മുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ലാഭങ്ങളെ ഉന്നമിച്ചുകൊണ്ടല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട്, അവനുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വളരുവാൻ, നമ്മുടെ ദൈവബന്ധം വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. കർത്താവേ, ഇന്ന് എന്നോട് സംസാരിച്ചതിനാൽ നന്ദി. എനിക്ക് ഇന്ന് മുതൽ അങ്ങയുമായിട്ടുള്ളൊരു ബന്ധം ഒരു പുതിയ ബന്ധമായി മാറട്ടെ. കച്ചവട മനോഭാവമല്ല, മറിച്ച് ഒരു സ്നേഹത്തിന്റെ മനോഭാവം. അതോടൊപ്പം തന്നെ കർത്താവേ, പ്രാർത്ഥനയുടെ അങ്ങോട്ട് ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനോഭാവമല്ല, മറിച്ച് അങ്ങയിൽ നിന്ന് കേൾക്കുന്ന മനോഭാവം. അതെ, ഹൃദയത്തിൽ കള്ളൻ കയറാതെ, പിശാച് കയറാതെ, വിശുദ്ധിയോടുകൂടെ ഹൃദയമാകുന്ന ദേവാലയത്തെ സൂക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മുൻപിൽ ഇത്തരത്തിലൊരു സ്വഭാവത്തെ പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കും